വഴറ്റണം, ഒരു 5 മിനിറ്റ് വഴറ്റണം. എണ്ണ തെളിയുന്ന വരെ വഴറ്റുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇത് നമ്മൾ ഭയങ്കര വെള്ളമായിട്ടുള്ളൊരു കറിയല്ല, നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. നല്ല അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒരു 1/2 കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കുക. കർക്കിടക മാസം ആയതുകൊണ്ട് നമുക്ക് മഴയും വെയിലും വീരിട്ട് മങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഒരു വെട്ടക്കുറവൊക്കെ ഉണ്ടാവും. മഴ വരാൻ പോണു, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഒറ്റ നിമിഷം കഴിയുമ്പോൾ വെയിൽ വരും, പിന്നെയും മഴ വരും. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ ഇതിന് നമ്മൾ അടച്ച് വെച്ചങ്ങ് വേവിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 15 മിനിറ്റ് മാക്സിമം, അത്രയും വേവിച്ചാൽ മതി. നമ്മൾ നല്ല ജ്യൂസ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. നമ്മൾ ചിക്കൻ എപ്പോഴും ജ്യൂസ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കട്ടയായിട്ട് കഴിഞ്ഞാൽ. അടച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇതിൻ്റെ അടപ്പുണ്ട്, പക്ഷെ അത് താഴത്തെ കിച്ചണിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് എടുക്കാൻ പോകാൻ വയ്യ. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലതായിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി, അത്യാവശ്യം ഗ്രേവിയും ഒക്കെ ആയിട്ട്. പിന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ, 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റും കൂടി വയ്ക്കാം. പക്ഷേ ഒരുപാട് നേരം ചിക്കന് ഒരുപാട് അങ്ങ് വേവില്ല, ഒരു 20 മിനിറ്റ് മാക്സിമം മതി. നമ്മൾ ഓൾറെഡി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഉപ്പൊന്ന് നോക്കാം. എൻ്റെ കൈ പൊളി. കൊള്ളാം. ഞാൻ തന്നെ എൻ്റെ കറി നല്ലതാണെന്ന് പറയുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ വറുത്ത കറി അല്ലേ, വറുത്ത ചിക്കൻ കറി. പിന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. വറുത്ത ചിക്കൻ കറി എന്നാണ് ഞാൻ ഇട്ടേക്കുന്ന പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം.